ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രഹ്മസ്വരൂപത്തെ ഒരു പേരാലായി ചിത്രീകരിച്ചുകൊണ്ടാണ് കഠോപനിഷത്തിലെ 6-ാം വല്ലി ആരംഭിക്കുന്നത്. കഠോപനിഷത്തിലെ ഈ 6-ാം വല്ലിയിലെ പേരാലിൻ്റെ വിശദരൂപം ഗീത 15-ാം അധ്യായത്തിൽ കാണാം. പുരുഷോത്തമയോഗം എന്ന് പറയുന്ന 15-ാം അധ്യായം. ഊർധ്വമൂലോ അധശാഖ യേഷോ അശ്വത്ഥ സനാതനഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിത സർവേ തതു നാത്യേതി കശ്ചന. ഇതാണ് 6-ാം വല്ലിയിലെ 1-ാമത്തെ മന്ത്രം. ഊർധ്വമൂലോ അധശാഖ, വേര് മുകളിൽ, കൊമ്പുകളും മറ്റും താഴെ, അങ്ങനെയുള്ള ഒരു പേരല്ല. ഊർധ്വമൂലോ മുകളിൽ വേര്, അവാക്ശാഖ താഴെ കൊമ്പുകൾ, യേശോ അശ്വത്ഥ ഈ അശ്വത്ഥം, ഈ കാണുന്ന പേരല്ല. ജഗത്ത് മുഴുവനെ ബ്രഹ്മമുൾപ്പെടെ ഒരു പേരല്ല. ജഗത്തും അതിൽപ്പെടുമോ? ബ്രഹ്മം തന്നെയോ? അന്തിമ സിദ്ധാന്തം അതല്ലേ? പലത് കാണുന്നത് ഭ്രമമാണ്. പക്ഷെ എന്താ അന്തിമ സിദ്ധാന്തം? ആ ഭ്രമവും ബ്രഹ്മം തന്നെയാണ്. അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് 6-ാം വല്ലി ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മമായി കാണും, മറ്റൊന്നുമില്ല. ഇത് നമുക്ക് മനസ്സിലായാൽ ഒരുപാട് കിടന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും വാസ്തവത്തിലില്ല. ഇതാണ് ഭാഗവതത്തിൽ നാരദൻ വേദവ്യാസനോട് പറയുന്നത്. വേദവ്യാസൻ വേദങ്ങൾ പകുത്തു, ഭാരതം എഴുതി, ഒട്ടേറെ പ്രചരണങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിന് പൂർണ്ണ സ്വസ്ഥത കിട്ടിയില്ല. ഒരു ദിവസം സരസ്വതി നദിയുടെ കരയിൽ ചിന്താമഗ്നനായിരിക്കുകയാണ്. എന്താ കാര്യം? എൻ്റെ മനസ്സെന്താ അസ്വസ്ഥമാകുന്നല്ലോ, ഞാൻ ഇതൊക്കെ ചെയ്തില്ലേ, വേദം പകുത്തില്ലേ, മഹാഭാരതം എഴുതിയില്ലേ, എന്താണ് കാരണം? അദ്ദേഹത്തിന് തന്നെ പിടികിട്ടിയില്ല. അപ്പോഴാണ് നാരദൻ അവിടെ വരുന്നത്. ഭാഗവതം രചിച്ച സന്ദർഭമാണ്. നാരദൻ ചോദിച്ചു, വ്യാസരെ എന്താ നിങ്ങളുടെ മുഖത്തൊരു അസ്വാസ്ഥ്യം കാണുന്നല്ലോ, നിങ്ങളെന്തൊക്കെ ചെയ്തു, വലിയ വലിയ കാര്യങ്ങൾ, വേദം പകുത്തില്ലേ, മഹാഭാരതം പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായി തീർന്ന മഹാഭാരതം രചിച്ചില്ലേ, എന്താ പിന്നെ നിങ്ങൾക്ക് കുണ്ഠിതം? അപ്പോൾ വ്യാസൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരി, അസ്തിമേ സർവം ത്വയോക്തം, അങ്ങ് പറഞ്ഞതെല്ലാം എനിക്കുണ്ട്. എങ്കിലും ആത്മാ പരിതുഷ്യത്തെ മേ, എൻ്റെ മനസ്സിന് പൂർണ്ണ സംതൃപ്തി കിട്ടുന്നില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂർണ്ണ സംതൃപ്തി എപ്പോൾ കിട്ടും? അപ്പോഴാണ് നാരദൻ പറഞ്ഞത്, കാര്യമൊക്കെ ശരി, അങ്ങ് മഹാഭാരതമൊക്കെ എഴുതി, പക്ഷേ ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പൂർണ്ണമായി മഹാഭാരതത്തിൽ ചിത്രീകരിച്ചില്ല. കുറേ കഥകളും എന്നല്ല, ധർമ്മമാണ് പ്രധാനം എന്നും അദ്ദേഹം ഭാരതത്തിൽ എഴുതി വെച്ചു. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം നിങ്ങളെ രക്ഷിക്കും. ധർമ്മമാണ് ഏറ്റവും പ്രധാനം. ഇതാണ് അദ്ദേഹത്തിൻ്റെ
ഭാരതത്തിലെ നിഗമനം ധർമ്മമല്ല, ധർമ്മമൊക്കെ വെറും കർമ്മമാണ്. ധർമ്മമൊക്കെ അനുഷ്ഠിച്ചോളൂ, പക്ഷേ ആ ധർമ്മമൊക്കെ തന്നെ ഉള്ളതാവണമെങ്കിൽ എന്തു വേണം? ബോധരൂപമായ ബ്രഹ്മം വേണം. ബ്രഹ്മത്തിലെ ഒരു വെറും തോന്നലാണ് ധർമ്മവും അധർമ്മവും. കാരണം കർമ്മം മുഴുവൻ ബ്രഹ്മത്തിലെ ഒരു തോന്നലാണ്. വ്യാസരെ അങ്ങ് ഇത് വ്യക്തമായി ഭാരതത്തിൽ ചിത്രീകരിച്ചില്ല. അതുകൊണ്ട് സർവം ബ്രഹ്മമയം. ഇവിടെ ധർമ്മമോ അധർമ്മമോ ഒന്നുമില്ല. അന്തിമമായി അതൊക്കെ വെളിയിൽ അഭിനയിച്ചോളൂ, ഒരു വിരോധമില്ല. പക്ഷെ അന്തിമമായി ഉള്ളത് ബ്രഹ്മം, ഭഗവാൻ. അവിടെ നാരദൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇദം ഹി വിശ്വം ഭഗവാൻ. എന്താ സംശയമുണ്ടോ? ഈ കാണുന്ന വിശ്വം മുഴുവൻ ഭഗവാൻ. അങ്ങേക്കിതറിയാം. എങ്കിലും യഥോ ജഗത്സ്ഥാന നിരോധ സംഭവാഹ ഭവാൻ വേദ. അങ്ങിതറിയുന്നു, എങ്കിലും പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഇന്നുവരെ അങ്ങ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ ഒരംശം മാത്രമേ ചിത്രീകരിച്ചുള്ളൂ. മഹാഭാരതത്തിൽ ഭഗവത്ഗീത അങ്ങനെ ചില അംശങ്ങളൊക്കെ ബ്രഹ്മപ്രതിപാദകങ്ങളായിട്ടുണ്ട്, സമ്മതിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇത് മുഴുവൻ ബ്രഹ്മമല്ലേ. ഓരോ അധ്യായത്തിലും ബ്രഹ്മമേ ഉള്ളൂ 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 എന്നാവർത്തിച്ചുറപ്പിക്കുന്ന ഒരു പുതിയ പുസ്തകം എഴുതൂ. ഭാഗവതം ഞാൻ വായിച്ചു നോക്കി. ഓരോ പേജിലും ഇക്കാര്യം ആവർത്തിച്ചുറപ്പിക്കുന്നു. മംഗളശ്ലോകം മുതൽ വ്യാസൻ എഴുതിയതാണ്. ബ്രഹ്മസൂത്രത്തിൻ്റെ ആദ്യത്തെ സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് മംഗളശ്ലോകം ആരംഭിക്കുന്നത്. ജന്മാദ്യസ്യയതോ അന്വയാം ജന്മാദ്യസ്യയതഃ എന്നതാണ് ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വാക്യം. അത് ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രമാണ്. ജന്മാദ്യത, ഈ ജഗത്ത് എൻ്റെ ജന്മസ്ഥിതി ഭംഗങ്ങൾ, സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഏതൊന്നിൽ സംഭവിക്കുന്നുവോ അതാണ് പരമകാരണമായ ബ്രഹ്മം. അപ്പോൾ ഒന്നിലുണ്ടായി ഒന്നിൽ നിലനിന്ന് ഒന്നിൽ ലയിക്കുന്നത് അത് തന്നെ. വെള്ളത്തിൽ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്ന കുമിളയും വെള്ളവും തിരയും വെള്ളം തന്നെ. അതുപോലെ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്നു അതിൽ ലയിക്കുന്ന ഈ ജഗത്ത് ബ്രഹ്മം തന്നെ. അക്കാര്യത്തിൽ ആർക്കും സംശയിച്ചിട്ട് പ്രയോജനമില്ല. ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. സർവം ഖൽവിദം ബ്രഹ്മ തജ്ജളാനിതി ശാന്ത ഉപാസിത. എടോ മനുഷ്യ, ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മം. സർവം ഖലു എന്ന് വെച്ചാൽ തീർച്ച, അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. സർവം ഖൽവിദം ബ്രഹ്മ. എന്തുകൊണ്ട്? തജ്ജളാൻ, അതിലുണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നു. വീണ്ടും ഉണ്ടെന്ന് തോന്നി ലയിക്കുന്നു. തിരയും കുമിളയും സമുദ്രത്തിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നു. അതൊക്കെ സമുദ്രമല്ലാതെ പിന്നെ എന്താണ്? തജ്ജളാനിതി ശാന്ത ഉപാസിത. ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. വളരെ ശാന്തനായി ഈ തത്വമറിഞ്ഞ് സർവത്ര മനസ്സുകൊണ്ട് ആ തത്വത്തെ അനുഭവിച്ച് ജീവിക്കൂ. ഇതാണ് ഉപനിഷത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇതല്ലേ സത്യം, ഇദം ഹി വിശ്വം ഭഗവാൻ. അങ്ങ് എന്താണത് പൂർണ്ണമായും ചിത്രീകരിക്കാത്തത്? അതുകൊണ്ട് പുതിയൊരു പുസ്തകം എഴുതൂ. സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. ആ ഭഗവാന്റെ ഒരു ചെറിയ കളി എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. ഇവിടെ ഒരു കളിയുമില്ല ഈ പ്രപഞ്ചത്തെ. അതുകൊണ്ട് പ്രപഞ്ചം ഭഗവാൻ തന്നെ. അതൊന്നുകൂടെ സമാധിയിൽ നല്ലവണ്ണം ഓർമ്മിച്ച് അല്ലെങ്കിൽ വ്യാസരെ ഒരു പുസ്തകം എഴുതൂ. നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ എഴുതിയതാണ് ഭാഗവതം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ?
പൂർണ്ണ സമാധാനം വേണമോ? ഇതുറപ്പിക്കുക. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. എടുത്തു പറയുകയാണ്, ഈ ജഗത്തിൽ യത്കിഞ്ച എന്തെന്തൊക്കെ ഉണ്ടോ, ചെറുതെന്നോ വലുതെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ ഒന്നും നോക്കാതെ ഭഗവാനായി കാണൂ. അതിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ ഒരു അശ്വത്ഥമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ അശ്വത്ഥമാണ് ബ്രഹ്മം. അപ്പോൾ ഊർധ്വമൂലോ ഇതിൻ്റെ വേര് മുകളിലാണ്. എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ കണ്ടെത്തലാണല്ലോ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. ആ പരമലക്ഷ്യം ഒരിക്കലും താഴെയാകാൻ പറ്റില്ല. ബ്രഹ്മമാണിതിൻ്റെ വേര്, നാരായ വേര്. അതുകൊണ്ട് അത് മുകളിലാണ്. ഊർധ്വമൂലോ അവാക്ശാഖ, താഴെയാണ് അതിൻ്റെ കൊമ്പുകൾ. യേശോ അശ്വത്ഥ, ഈ പ്രപഞ്ചം ഒരു പേരാലാണ്. സനാതന, സനാതനമാണ്. ഈ പ്രപഞ്ചഭ്രമവും വസ്തു ഉള്ളിടത്തോളം ഉണ്ടായിരിക്കും. മരുഭൂമി ഉള്ളിടത്തോളം മരുഭൂമിയെ വ്യക്തമായി അറിയുന്നയാളിന് പോലും ദൂരെ മാറി നിന്നാൽ വെള്ളമുണ്ടെന്ന് തോന്നും. പക്ഷേ അറിയുന്നയാളിന് തോന്നിയാലും വെള്ളമില്ല. അറിയാത്തയാളിന്, വസ്തുബോധമില്ലാത്തയാളിന് മാൻപേടെ പോലെ വെള്ളമുണ്ടെന്ന് തോന്നും. അത് കുടിക്കാനായി ഓടിയും വരും. നരേന്ദ്രൻ പോലും, വിവേകാനന്ദ സ്വാമി പോലും രാജസ്ഥാനിൽ ഒരിക്കൽ ഈ കാനൽ ജലം കണ്ടിട്ട് നല്ല ദാഹവും ഉണ്ടായിരുന്നു, ഇപ്പോൾ കോരി കുടിച്ചിളയാം എന്ന് പറഞ്ഞ് കുറച്ച് ദൂരം പോയെന്നാണ്. കുറച്ച് ചെന്നപ്പോൾ അത് അകന്നകന്നു പോകുന്നു വെള്ളം. അദ്ദേഹം വിചാരിച്ചു, കഷ്ടം, എനിക്ക് പോലും ഈ ഭ്രമം അല്പനേരത്തേക്കുണ്ടായല്ലോ. ഞാൻ വേദാന്തത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഈ കാനൽ ജലത്തെക്കുറിച്ച് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇല്ലെന്ന് ബോധ്യപ്പെട്ട ആളിന് പോലും ദൂരെ മാറി നിന്നാൽ വെള്ളമുണ്ടെന്ന് തോന്നും. മരുഭൂമി ഉള്ളിടത്തോളം ആ തോന്നൽ ബാക്കി നിൽക്കും. അതാണ് രണ്ടും ചേർത്ത്. ആ വെള്ളത്തെയും മരുഭൂമിയായി കാണൂ, തീർന്നു പ്രശ്നം. പിന്നെ വെള്ളമില്ല. വെള്ളമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എന്താ, വെള്ളം ഒരു തുള്ളിയും ഇല്ല. പിന്നെ എന്താ ഉള്ളത്? മരുഭൂമി. അതുപോലെ പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നു, നാനാത്വമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ചിന്തിക്കൂ, എങ്ങനെ നാനാത്വം? ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണുന്ന ഈ നാനാത്വം ഒരിക്കലും ഉള്ളതാവാൻ സാധ്യമല്ല. പിന്നെ അവ അന്തിമ വിശകലനത്തിൽ ആ നാനാത്വവും ബ്രഹ്മം തന്നെ. അതാണ് ഉപനിഷത്ത് ഇന്നലെ ഒക്കെ പറഞ്ഞത്. മനസ്സൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന, കിഞ്ചന ലേശം പോലും പലതില്ല. പലത് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് എന്തു വേണം? ഇതിനെ ഒരു പേരാലായി കാണൂ. അതിൻ്റെ ഇലയും തണ്ടും കൊമ്പും താഴ്ത്തടിയും വേരും ഒക്കെ ചേർന്നതാണ് ബ്രഹ്മം. ഒരേ ഒരു ബ്രഹ്മം, പലതില്ല. ഊർധ്വമൂലോ അവാക്ശാഖ യേശോ അശ്വത്ഥ സനാതന. ഈ അശ്വത്ഥം സനാതനമാണ്. എന്നും ഇങ്ങനെ കാണും, എന്നും. വസ്തു ഉള്ളിടത്തോളം ഭ്രമവും അങ്ങനെ തന്നെ കാണും. പക്ഷെ രണ്ടും ചേർന്ന് ഒന്നായി കാണൂ, രണ്ടിനെയും വസ്തുവായി കാണൂ, പ്രശ്നം തീർന്നു. എവിടെയാണോ രണ്ടായി കാണുന്നത് ഒരിക്കലും പ്രശ്നം തീരില്ല. എന്തെന്നോ, ആ രണ്ട് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആർക്കും പിടികിട്ടില്ല, ആർക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ കുറെ കൂടെ വിസ്തരിച്ച് 15-ാം അധ്യായത്തിൽ ഇത് പറയുന്നേ. ഊർധ്വമൂലോ അധശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർമാണി യസ്തം വേദ സ വേദവിത് അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഃ. 15-ാം അധ്യായം മിക്കവാറും ആളുകൾക്ക് കാണാതെ അറിയാമല്ലോ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഃ ഗുണപ്രവൃത്താഃ വിഷയപ്രവാളാഃ അധശ്ച മൂലാന്യനുസന്ധതാനി.
കർമാനുബന്ധീന് മനുഷ്യലോകെ. ബ്രഹ്മത്തിൽ കർമ്മമാണ് ഈ ഭ്രമത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. കർമ്മം ഉൾപ്പെടെ ഭ്രമം. ബ്രഹ്മത്തിൽ ഒരിക്കലും കർമ്മമുണ്ടാകാൻ സാധ്യമല്ല. കാരണം ബ്രഹ്മം നിശ്ചലം, സർവവ്യാപകം. അതിലെങ്ങനെയാണ് ചലനം ഉണ്ടാവുക? അപ്പോൾ കർമ്മം നാനാത്വം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതില്ല. അന്തിമമായി അത് ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് കൃഷ്ണൻ തുടർന്ന് പറയുന്നു, അല്ലയോ അർജുന, ഇങ്ങനെ ഇതിനെ അശ്വത്ഥായെന്നൊക്കെ പറയാം, പക്ഷേ ഇതിൻ്റെ രഹസ്യം ആർക്കും പിടിയില്ല. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും പിടിയില്ല. ഇതും ബ്രഹ്മമാണെന്ന് അനുഭവിക്കുന്ന അന്ന് മാത്രമേ പ്രപഞ്ചരഹസ്യം പിടികിട്ടൂ. ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ. അർജുന, ആ അശുദ്ധത്തിൻ്റെ രൂപം അങ്ങനെ കാണാനൊക്കില്ല. ഒരു പേരാലാണെങ്കിൽ അത് എവിടെ മുളച്ചു, അതിൻ്റെ തുടക്കം എവിടെ, ഒടുക്കം എവിടെ, ഇതൊക്കെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. പക്ഷേ ഈ അശുദ്ധത്തിനത് പറ്റില്ല. അതല്ലേ ഈ വലിയ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവരൊക്കെ കിടന്ന് അന്വേഷിക്കുകയല്ലേ ഇതിൻ്റെ തുടക്കം അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ കാലം എത്രയായി, ഇനി എത്ര കാലം മുമ്പോട്ട് പോകും? ഒരിക്കലും പുറമേ അന്വേഷിക്കുന്ന ആൾക്ക് ഈ ജഗത്തിൻ്റെ യഥാസ്ഥിതി പിടികിട്ടുകയില്ല. വേദാന്തത്തിൻ്റെ പെരുമ്പറഘോഷമാണ്. അതിനാർക്കും സംശയം വേണ്ട. ഇത് പിടികിട്ടും. ഇതും ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കൂ. തീർന്നു, സംശയമെല്ലാം തീർന്നു. മരുഭൂമിയിലെ വെള്ളം എങ്ങനെ ഊഴി വന്നു എന്ന് ദൂരെ നിന്ന് സെമിനാർ നടത്തിയത് കൊണ്ട് ഒരിക്കലും ആർക്കും പിടികിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ മരുഭൂമിക്കകത്തോട്ട് കയറി ചെല്ലൂ. ഒടുവിൽ മനസ്സിലാകും അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. പക്ഷെ വീണ്ടും മരുഭൂമിയുടെ ഒരറ്റത്ത് വന്ന് നിന്ന് നോക്കിയാൽ വെള്ളം അലയടിക്കുന്നതായി തോന്നും. അപ്പോൾ അന്വേഷിച്ച ആളിന്